ഹായ് ഗായ്സ്, എയർ കൃഷ്ണയെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കാണുന്നത് ഞാൻ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ എൻ്റെ നക്ഷത്രമാണ്. ഏകദേശം നമുക്കൊരു 10 അടി നീളവും 10 അടി വീതിയിലുമാണ് നമ്മൾ ഈ നക്ഷത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം ഒരു 15 മാലയാണ് ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരു 24 രൂപയുടെ 5 PVC പൈപ്പാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു 150 ഗ്രാമോളം നമ്മൾ റബ്ബർ പാൻറ്റ് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 9 കൊണ്ട് റബ്ബർ പാൻറ്റ് വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെയിലൊക്കെ കൊള്ളുന്ന സമയത്ത് റബ്ബർ പാൻറ്റ് പൊട്ടിപ്പോകാൻ നമുക്ക് ചാൻസ് ഉണ്ട്. റബ്ബർ പാൻറ്റ് പൊട്ടിപ്പോവാണെങ്കിൽ നമ്മൾ മാല ബൾബിന് താഴേക്ക് വീഴും. പിന്നെ ഡിസൈൻസ് ആകെ വ്യത്യാസപ്പെടും. നമ്മളിതിൽ ഈ പ്രാവശ്യം ഉപയോഗിച്ചിരുന്ന സെയിം ചേസർ തന്നെയാണ് കഴിഞ്ഞ കൊല്ലം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഏകദേശം ചേസറിൽ ഒരു 60 മാലയോളം മാക്സിമം നമുക്ക് ഇടാൻ പറ്റും. ഒരു ചാനലിൽ 12 മാല ബൾബ് വെച്ച് നമുക്ക് ആ ചേസറിൽ ലോഡ് ചെയ്യാം. കൂടുതൽ ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ചേസറിൻ്റെ ഇത് കംപ്ലൈൻറ്റ് വന്നിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. എന്നിട്ട് നമ്മൾ ഈ പ്രാവശ്യം അത് ശരിയാക്കി എടുത്തിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കണം. എന്നാലാണ് നമുക്ക് പുതിയ വീഡിയോസിൻ്റെ ഇത് വരുള്ളൂ. ഓരോ ദിവസവും നമ്മൾ ക്രിസ്മസിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസ് വരെ നമ്മൾ ക്രിസ്മസിൽ ചെയ്യുന്ന ഓരോ ഡെക്കറേഷൻ്റെ വർക്കുകളും നമ്മൾ യൂട്യൂബിൽ ഇടുന്നുണ്ട്. നക്ഷത്രം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്തായാലും നല്ലൊരു രീതിയിൽ തന്നെ നമ്മൾ നക്ഷത്രം ഇങ്ങനെ വെക്കണം. ഈ വീഡിയോയിൽ കാണുമ്പോൾ നമ്മൾ ആ നക്ഷത്രത്തിൻ്റെ ബാക്കിൽ നല്ലൊരു സ്ട്രോങ് ആയിട്ടൊരു വടി വെച്ച് നക്ഷത്രം സ്റ്റേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നല്ല കാറ്റൊക്കെ വീശുന്ന നേരത്ത് ഈ നക്ഷത്രം മറിഞ്ഞ് വീഴുമ്പോൾ ആ അടിയിൽ വെച്ചിരുന്ന 2 കാലും ബെൻഡായിട്ട് താഴേക്ക് വീഴും. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നതൊക്കെ ചിലപ്പോൾ വിടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആ നക്ഷത്രത്തിൻ്റെ PVC പൈപ്പ് നമുക്ക് ഡാമേജ് ആയി പോകും. പിന്നെ അത് ശരിയാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നത്തെ വർഷവും നമുക്ക് വീണ്ടും പുതിയ PVC പൈപ്പൊക്കെ വാങ്ങേണ്ടി വരും. അപ്പോൾ എനിക്ക് കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയതിൽ ഒരു PVC പൈപ്പ് മാത്രമാണ് എനിക്ക് ഡാമേജ് ആയി പോയുള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് പുതിയൊരു PVC പൈപ്പ് വാങ്ങേണ്ടി വന്നുള്ളൂ. അപ്പോൾ നമുക്ക് മൊത്തം ചിലവ് കുറയ്ക്കാൻ പറ്റും. ഇതിപ്പോൾ 3ാമത്തെ വർഷമാണ് നമ്മൾ ഇതുപോലൊരു വലിയ നക്ഷത്രം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് മാല ബൾബ് ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു മാല ബൾബ് ഉണ്ടാക്കിയിട്ട്. എല്ലാ വർഷവും നമുക്കിതേപോലെ തന്നെ നക്ഷത്രം ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഈ പ്രാവശ്യം കുറച്ചുകൂടി വെള്ള മാല ബൾബ് നമ്മൾ കുറച്ചുകൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസാണ് നമ്മൾ മുന്നേ മാല ബൾബ് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള വീഡിയോയിൽ നമ്മൾ ഇട്ടിരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ വൈറ്റ് മിക്സ് ചെയ്യാത്തത് കാരണം നമ്മളതിൽ വൈറ്റ് ആകെ ഒരു 12 മാലയുടെ അടുത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം 26 മാല നമുക്ക് ആവശ്യം വന്നിരുന്നു. വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഈ നക്ഷത്രം ഉണ്ടാക്കി ഏകദേശം നമുക്കൊരു 3 ദിവസം വേണ്ടി വന്നു. മൊത്തം ഒരു 10 മണിക്കൂറിനടുത്ത് നമുക്ക് ഈ മാലമ്മ സമയം ചിലവാക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ റബ്ബർ പാൻറ്റ് ഇട്ട് കറക്റ്റ് ഡിസൈൻ ചെയ്യാൻ നമുക്ക് സമയം വരുന്നുണ്ട്. പിന്നെ ഓരോ ലെയറും നമ്മളിതിൽ വള്ളി വെച്ചിട്ടാണ് ഓരോ ലെയറിൽ നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ പ്രാവശ്യം നമുക്കത് പറ്റിയില്ല. കാരണം മാല ബൾബ് എണ്ണം കൂടുതലുള്ള കാരണം ലോഡ് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കുക. നല്ല ഒരു വ്യത്യാസമായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.